ഈ വഴികളിൽ എനിക്ക് 40 ഇയേഴ്സാണ്. അപ്പോൾ നമ്മുടെ ആ പഴയ സമയങ്ങളിൽ ഈ സോളോ ട്രിപ്പുകൾ ചെയ്യുമ്പം ഉണ്ടായിട്ടുള്ള ഹറാസ്മെൻറ്റുകൾ എങ്ങനെയാണ് ഡീൽ ചെയ്തിട്ടുള്ളത്? എനിക്ക് സത്യം പറഞ്ഞാൽ ഹറാസ്മെൻറ്റ് പകൽ സമയത്ത് ഒരേ ഒരു സ്ഥലത്തുനിന്നേ കിട്ടിയിട്ടുള്ളൂ. അത് ചമ്പൽ വഴി ഞാൻ മധ്യപ്രദേശിൽ നിന്ന് ഉത്തർപ്രദേശിൽ പോകുന്ന വഴിക്ക് എനിക്കൊരു സൈഡിൽ നിന്ന് അത് മൊത്തത്തിലുള്ള ഒരു വേഷവിധാനം, കാരണം റൈഡേഴ്സിൻ്റെ അത് അറിയായിരിക്കും, ജാക്കറ്റ് പാൻറ്റ് ഇതൊക്കെ ഇട്ട് വരുമ്പോൾ വേറൊരു രൂപമാവും. അപ്പോൾ ആ രൂപമായിട്ട് വന്നിട്ട് ഞാനൊരു ചോളം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ ഇറങ്ങിയതാണ്. ഇറങ്ങിയ സമയത്ത് ആദ്യം ഒരാൾ വന്നു, രണ്ടാൾ വന്നു, മൂന്നാൾ വന്നു, അവസാനം നാട്ടുകാർ മൊത്തം കൂടി എന്നെ ഒരു 4-5 മണിക്കൂർ പിടിച്ചു നിർത്തി. എന്നെ ഉപദ്രവിക്കുകയൊന്നും ചെയ്തിട്ടില്ല, പിടിച്ചു നിർത്തി. അവരുടെ ഒരു ഡൗട്ട് ഞാൻ മാവോയിസ്റ്റാണോ അല്ലെങ്കിൽ ഞാൻ പോലീസാണോ, ഈ ഒരു 2 ഡൗട്ടോട് കൂടെ എന്നെ കുറേ മണിക്കൂർ പിടിച്ചു നിർത്തിയിട്ട് അവസാനം കടക്കാരൻ പറഞ്ഞു, അവസാനം അവരെന്നെ തമാശയായിട്ടാണ് പറഞ്ഞു വിട്ടത്. കാരണം എൻ്റെ അവിടെ ഗൂഗിൾ പേ ഒന്നും ഇല്ല എന്നുള്ള ചിന്തയൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ നേരെ പൈസ കൊടുക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ ചോളത്തിന് എത്ര രൂപയെന്ന് ചോദിച്ചു. അപ്പോൾ 30 രൂപയാണെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ 30 രൂപയുണ്ട്, ഒരു 10ൻ്റെ കോയിന്, 2 5ൻ്റെ കോയിന്, ബാക്കിയെല്ലാം ചില്ലറ തൊട്ടാണ്. ചേട്ടാ ഇത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, 10 അങ്ങ് കയ്യിലെടുത്ത് 2 5 എടുത്തിട്ട് ബാക്കി ചില്ലറ കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, ഇവിടുത്തെ ഭണ്ഡാരപ്പട്ടിക്ക് പോലും ഈ പൈസ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് സന്തോഷം ചേട്ടാ പറഞ്ഞ് തിരിച്ചു വാങ്ങിച്ചിട്ട് ആ ചേട്ടൻ തന്നെയാണ് അവസാനം എന്നെ രക്ഷിച്ച് വിട്ടത്. അങ്ങനെയുള്ളൊരു ഇൻസിഡൻറ്റ് മാത്രമേ എനിക്ക് പബ്ലിക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ യാത്ര ചെയ്യുന്ന സമയം എൻ്റെ കൂടെ വന്നിട്ടുള്ളതാണ് കല്യാണി. ഞങ്ങൾ യാത്ര ചെയ്യുന്ന വെച്ചാൽ മോർണിംഗ് ഇറങ്ങും, ഒരു 5-6 മണിക്ക് ഞങ്ങൾ ഇറങ്ങും. ഞങ്ങൾ 3 പേരും ഉണ്ട്. ഇന്ന ലക്ഷ്യസ്ഥാനം എത്തണം അല്ലെങ്കിൽ ഇന്ന ആൾ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ യാത്ര ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ 6 മണിക്കപ്പുറം കൂടിപ്പോയാൽ 7 മണി വരെ യാത്ര ചെയ്യാറില്ല. പിന്നെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. താങ്ക് യു.